بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا ودبا كاملا رب تمم بالخير والسعادة اللهم اكرمنا بنور العلم وبسرعة الفهم واعذنا من ظلمات الوهم والجهل. തയമത്തിന്റെ രൂപം ഇന്നലെ പറഞ്ഞു. ഇനി പറയുന്നത് തഅദ്ദുദ് തയമ്മം. തയമ്മം ചിലപ്പോൾ എണ്ണമാവും. അപ്പൊ തയമ്മം എണ്ണമാവൽ എന്ന ഭാഗം അതെപ്പോഴാ എണ്ണമാവൽ? ഒരു നിസ്കാരത്തിന് രണ്ട് തയമ്മൊക്കെ ചെയ്യേണ്ടി വരും. അത് പറയുന്നു. ഇസ്തിമാലുമായി വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ, പറ്റാതെ വന്നാൽ ഇസ്തിമാലുമായി വെള്ളം ഉപയോഗിക്കൽ ഫീ ഉളുവിൻ ഒരു അവയവത്തിൽ വജബ തയമ്മുൻ ഒരു തയമ്മം ചെയ്യൽ നിർബന്ധമാണ്. ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ വജബ തയമ്മുൻ ഒരു തയമ്മം ചെയ്യൽ നിർബന്ധമാണ്. ഔ ഫീ ഉളുവൈനി രണ്ട് അവയവത്തിൽ, അവ മുഖത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു തയമ്മം ചെയ്യണം. ഔ ഫീ ഉളുവൈനി രണ്ട് അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയൂലെങ്കിലോ ഫതയമ്മുമാനി രണ്ട് തയമ്മം ചെയ്യണം. തയമ്മം അപ്പൊ മുഖം കഴുകുന്ന സമയത്ത് മുഖത്ത് ഒരു ഭാഗത്ത് മുറിയുണ്ടെങ്കിൽ മുഖം കഴുകണം, തയമ്മം ചെയ്യണം. തയമ്മം ചെയ്യാൻ മുഖം തടവണം ഒരു വട്ടം, കൈ മുട്ടോട് വിട്ട് വരെ ഒരു വട്ടം തടവണം. പിന്നെ അവന്റെ കാലിലും മുറിവുണ്ട്, കാലുമേലും മുറിവുണ്ട്. അപ്പൊ അവിടെ വെള്ളം ഉപയോഗിക്കാൻ കൂടുതൽ പറ്റില്ല. അപ്പൊ കാല് കഴുകുന്ന സമയത്ത് കാലിന്റെ മുറിവില്ലാത്ത ഭാഗമൊക്കെ കഴുകുക. പിന്നെ തേമം ചെയ്യണം. തേമം എവിടെ? മുഖത്തും കയ്യിൽ തന്നെ തേമം ചെയ്യണ്ടേ, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ കാലുമേല് വെള്ളം ഉപയോഗിക്കാൻ പൂർത്തിയായി വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ വെള്ളത്തിന് പകരം തേമം നമ്മൾ ചെയ്യുന്നു. തേമം ചെയ്യുന്ന മുഖത്തും കയ്യിലാണ് സാധാരണമായിട്ട്. കാൽമേല് തേമം ചെയ്യില്ല. പക്ഷെ കാലുമേല് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തതിനാണ് തേമം ചെയ്യുന്നത്. അപ്പൊ രണ്ടവയവത്തിന് മുറിവുണ്ടെങ്കിൽ, വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇപ്പൊ തയമ്മുമാനി. ഔഫി ഒതുവൈനി രണ്ടവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ ഇപ്പൊ തയമ്മുമാനി. ഔഫി തലാസത്തിൽ മൂന്ന് അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല എങ്കിൽ തലാസത്തിൽ മൂന്ന് തേമം ചെയ്യണം. മുഖത്ത് മുറിവുണ്ട്, കയ്യിലും മുറിവുണ്ട്, കാലിലും മുറിവുണ്ട്. മുഖം കഴുകുന്ന സമയത്ത് ഒരു തേമം, കൈ കഴുകുമ്പോൾ മറ്റൊരു തേമം, കാല് കഴുകണം, കാലിന്റെ മുറിവില്ലാത്ത ഭാഗത്ത് കഴുകുക, എന്നിട്ട് മുറിവുള്ള ഭാഗം കഴുകാൻ കഴിയാത്തതുകൊണ്ട് ഒരു തേമം. അപ്പൊ കൈമലക്ക് വേണ്ടി ഒരു തേമം, ഇങ്ങനെ മൂന്ന് തേമം ചെയ്യണം. മൂന്ന് അവയവത്തിൽ മുറിവുണ്ടെങ്കിൽ ഒന്നുമണി വായിക്കാം. ഫൈനും തന്നെ ഇസ്തിമാലുമായി വെള്ളം ഉപയോഗിക്കാൻ പറ്റൂലെങ്കിൽ ഫീ ഉളുവിൻ ഒരു അവയവത്തിൽ വജബ തയമ്മുൻ ഒരു തേമം നിർബന്ധമാണ്. ഔ ഫീ ഉളുവൈനി രണ്ട് അവയവത്തിലാണെങ്കിൽ ഫതയമ്മുമാനി രണ്ട് തേമം നിർബന്ധമാണ്. ഔ ഫീ സലാസത്തിൻ മൂന്ന് അവയവത്തിലാണെങ്കിൽ ഫസലാസത്തിൻ മൂന്ന് തേമം ചെയ്യണം. മാ വസ്ലി സഹീഹി സഹീഹായ ഭാഗം കഴുകലോട് കൂടെ, മുറിവുള്ള ഭാഗം കഴുകാൻ പറ്റൂല. അപ്പൊ മുറിവില്ലാത്ത ഭാഗമൊക്കെ കഴുകുകയും ചെയ്യണം. മിൻകുല്ലി ഉളുവിൻ എല്ലാ അവയവവും. അങ്ങനെയാണ് തേമത്തിന്റെ രീതി. ഒരു നിസ്കാരത്തിന് തന്നെ മൂന്ന് തേമൊക്കെ വരും. വൈൻ അമ്മത്തിൽ എല്ലത്തു. ഇനി മറ്റൊരു മസാല, രോഗം വ്യാപകമായിട്ടുണ്ടെങ്കിൽ അൽ വജിഹ മുഖം മുഴുവനും, മുഖത്ത് മുഴുവനും മുറിവ, ഒരു ഭാഗത്ത് പോലും വെള്ളം തൊടാൻ പറ്റില്ല. അവിൽ വജിഹ വൽ യദൈനി അല്ലെങ്കിൽ മുഖത്തും രണ്ട് കൈയിലും വ്യാപകമായ മുറിവുണ്ടെങ്കിൽ, മുഖം ഫുള്ള് മുറി, കൈമല് ഫുള്ള് മുറി, രണ്ട് കൈമലും. ഔ ജമീഅല്ലാതായി അല്ലെങ്കിൽ അവയവം മുഴുവനും, കാലിലും മുറി. ഇപ്പൊ മൂന്ന് രൂപം പറഞ്ഞു. മുഖം മുഴുവനും മുറിയാണെങ്കിലും, അല്ലെങ്കിൽ മുഖത്തും രണ്ട് കൈയിലും ഫുള്ള് മുറിയാണെങ്കിലും, അല്ലെങ്കിൽ ഒതുവിന്റെ എല്ലാ അവയവങ്ങളിലും മുറിയാണ്, കാലിലടക്കം മുറിയാണ്. അങ്ങനെ മൂന്ന് രൂപത്തിലും ഫതയമ്മുൻ ഒറ്റ തേമം മതി. എന്താ? മുഖത്ത് ഫുള്ള് മുറി, അത് രൂപം, കാലും കയ്യിലും ഒരു മുറിയില്ല, ഞാൻ ഒരു തേമം മതി. അല്ല, അപ്പൊ ഒരു തേമം, മുഖം കഴുകാൻ കഴിയൂല, അപ്പൊ ഒരു തേമം ചെയ്ത് പിന്നെ
കൈനേരൊക്കെ തടവാം, കൈയും കാലും കഴുകും ചെയ്യാം. ഇനി അപ്പൊ ഒരു തേമ മതി. ഇനി മുഖത്തും രണ്ട് കൈ ഫുള്ള് മുറിവാണ്, മുഖത്തും മുറിവാണ് ഫുള്ള്, രണ്ട് കൈയിലും ഫുള്ള് മുറിവ്. വെള്ളം ഒരു സ്ഥലത്തും നട്ടാൻ പറ്റില്ല. എന്നാലേ വധു എടുക്കുമ്പോ തല തടവിട്ട് കാല് കഴുകേണ്ടി വരും. അതിനു മുമ്പ് എന്ത് ചെയ്യാം, ഒരു തേമം ചെയ്യാം. മണ്ണ് ഉപയോഗിക്കാൻ മുഖത്തും കയ്യിലും കഴിയുന്നുണ്ടെങ്കിലാണ് തേമം ചെയ്യേണ്ടി വരുള്ളൂ. ഏതായാലിക്കട്ടെ, അവിടെ ഒരു തേമം മതി. കാരണം മുഖവും കൈയും ഒപ്പമുള്ള അവയവായതുകൊണ്ട്, നമ്മൾ വധു ചെയ്യുമ്പോൾ തുടരെ കഴിയുന്ന അവയവമായതുകൊണ്ട്, രണ്ടിലും ഫുള്ള് മുറിയായതുകൊണ്ട് രണ്ട് തേമത്തിന്റെ ആവശ്യം വരില്ല. കാരണം ക്രമം പാലിക്കാനാണ് ഈ തേമ രണ്ടെണ്ണം ആവുന്നത്. ഇവിടെ ആവശ്യം വരില്ല. അവയവം അപ്പോ ഒരേ സമയം ഒരേ ക്രമത്തിലുള്ള തൊട്ടടുത്തടുത്തുള്ള അവയവത്തിലാവുമ്പോഴാണ് ഒരു തേമം മതി എന്ന് പറയുന്നത്. രണ്ടവയവത്തിന് മുറിവുണ്ട്, മുഴുവൻ വ്യാപകവുമാണ്, എവിടെയും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത്രക്കും വ്യാപകമാണ്. രണ്ടവയവം തുടർച്ചയായ രണ്ടവയവം, മുഖത്തും രണ്ട് കൈവിടും. അല്ലെങ്കിൽ കാലുമല് ഫുള്ള് മുറിയാണ്, എവിടെയും വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, ഞങ്ങൾ ഒരു തേമം ചെയ്താൽ മതി. അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഈ നമ്മത്തിലെല്ലാത്തും 3 രൂപം പറഞ്ഞു. മുറിവ് വ്യാപകമായിട്ടുണ്ടെങ്കിൽ അൽവജ മുഖത്ത് മുഴുവൻ ഒരു രൂപം, അപ്പൊ ഒരു തേമം മതി. അവൽ വജഹ വല്ലതേ, അല്ലെങ്കിൽ മുഖത്തും രണ്ട് കൈയിലും ഫുള്ള് മുറിയാണെങ്കിലും അത് രണ്ടാമത്തെ രൂപമാണ്. അത് ജമീഅല്ലാതെ അവയവം മുഴുവനും മുറിയാണെങ്കിലും ഫത്തയമ്മുൻ, ഒരു തേമം മതി. ഇനി മറ്റൊന്ന്, ഔ മാദർ റഅസ, തല അല്ലാത്തോടത്തൊക്കെ മുറിവുണ്ട് വ്യാപകമായിട്ടും. മുഖത്ത് മുറിവുണ്ട്, കൈമലും മുറിവുണ്ട്, തലയിലില്ല, കാലുമലും മുറിവുണ്ട്. ഇതെല്ലാം പൊതുവിന്റെ അവയവം. അപ്പം അങ്ങനെ തല അല്ലാത്തോടത്ത്, തലയിൽ കുഴപ്പമില്ല, തല അല്ലാത്തോടത്തൊക്കെ മുറിവുണ്ട്. എന്നാൽ ഫതയമ്മുമാൻ, രണ്ട് തേമം ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ട്, മുഖത്തും കൈമലും കൂടി ഒപ്പമുള്ള അവയവായതുകൊണ്ട് ഒരു തേമം. പിന്നെ തല തടവിയിട്ട് കാല് കഴുകാൻ നേരത്ത് ഒരു തേമം. കാൽമലും ഫുള്ള് മുറിയാണ്, മുഖത്തും രണ്ട് കൈമലും മുറിയാണ്, തലയിൽ മുറിയില്ല. എന്നാൽ അവിടെ ഇടയിൽ തല തടവാൻ സാധിക്കുന്നത് കൊണ്ട് രണ്ട് തേമം ചെയ്യണം. ഒന്ന് മുഖവും കൈയും കഴുകേണ്ട സമയത്ത് ഒരു തേമവും, പിന്നെ തല തടവിയിട്ട് കാല് കഴുകേണ്ട സമയത്ത് ഒരു തേമം. അങ്ങനെ രണ്ട് തേമം വേണ്ടി വരും. ഈ തേമം എണ്ണമാവുന്ന ക്രമം പാലിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാല് കാല് കഴുകുന്ന സമയത്താണ് നമ്മൾ കാലുമൽ മുറിയുണ്ടെങ്കിൽ തേമം ചെയ്യുന്നത്. അതിനാ കാലുമത്ത മുറിവുള്ള ഭാഗത്ത് വെള്ളം ഉപയോഗിക്കാൻ അസാധ്യമായത് കൊണ്ട് അവിടെ അതിനു വേണ്ടിയാണ് നമ്മൾ തേമം ചെയ്യുന്നത്. അപ്പൊ അത് കാല് കഴുകുന്ന സമയത്ത് തേമം ചെയ്യുള്ളൂ. മുഖത്ത് മുറിവുണ്ടെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് അതിന്റെ മുൻപോ മുഖം കഴുകിയ അല്പം ബാക്കി കഴുകി മുറിവില്ലാത്ത ഭാഗം കഴുകിയതിനു ശേഷമോ മുഖം കഴുകുന്ന സമയത്താണ് തേമം. കൈമലാണ് മുറിയെങ്കിൽ മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകുന്ന സമയത്താണ് തേമം. അതിനാ തേമം ചെയ്യേണ്ടത് മുറിവുള്ള അവയവത്തിന്റെ കാരണത്തിന് വേണ്ടിയല്ല, ആ അവയവം കഴുകുമ്പോഴാണ് തേമം ചെയ്യേണ്ടത്. അപ്പൊ അത് ക്രമം പോലെ അതാണ് രണ്ടവയവത്തിന് മുറിയുണ്ടെങ്കിൽ ആ രണ്ടവയവം കഴുകുന്ന സമയത്തും തേമം രണ്ടെണ്ണം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഏതായിരിക്കട്ടെ, തലയിലല്ലാത്തോടത്തൊക്കെ മുറിവുണ്ടെങ്കിൽ രണ്ട് തേമം ചെയ്യണം. ഒന്ന് മുഖവും കൈയും കഴുകേണ്ട സമയത്തും, പിന്നെ തല തടവും, അപ്പോൾ തലമേൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കാല് കഴുകുന്ന സമയത്തും. കാലുമേൽ മുറിവ് ഫുള്ള് വ്യാപകമാണ്. തേമമിൽ രണ്ട് തേമം ഇവിടെ എന്താണ്, തല അല്ലാത്തടത്തൊക്കെ മുറിവുണ്ടെങ്കിൽ അതാണ് മാതറസി, തല അല്ലാത്തടത്തൊക്കെ മുറിവുണ്ടെങ്കിൽ തേമുമാനി, രണ്ട് തേമം ചെയ്യണം. തേമുമിൽ വജിഹ് വല്യതേനി, മുഖത്തേക്കും രണ്ട് കൈക്കും വേണ്ടി ഒരു തേമം. തേമുൽ ജില്ലേനി, രണ്ട് കാലിന് വേണ്ടി ഒരു തേമം. വലായച്ച കുഞ്ഞ് മറ്റൊരു വിഷയം, നിർബന്ധമില്ല ബല്യുന്തം, എങ്കിലും സുന്നത്താണ് തേമുമാനി, രണ്ട് തേമം ചെയ്യൽ. യദൈനി, രണ്ട് കൈക്ക് വേണ്ടി. രണ്ട് കയ്യില് മുറിവുണ്ടെങ്കിൽ അവിടെ എന്ത് മതി, വലത്തെ കയ്യിൽ മുറിവുണ്ട്, അടുത്ത കയ്യിൽ മുറിവുണ്ട്, എന്നാ ഒരു തേമം മതി. ആ കൈ കഴുകേണ്ട സമയത്ത് ഒരു തേമം ചെയ്താൽ മതി. കൈ കഴുകി ബാക്കി സഹിഹായ ഭാഗം, സുഖമുള്ള ഭാഗമൊക്കെ കഴുകുക. കയ്യിൽ മുറിവുണ്ടെങ്കിൽ
എന്നിട്ട് ആ സമയത്ത് ഒരു തേമം ചെയ്യാം. അത് 2 കൈമലും മുറിവുണ്ടെങ്കിൽ ഒരു തേമം മതി. എങ്കിലും 2 തേമം ആക്കലാണ് സുന്നത്ത്. ലില്ലതൈനി ഒരു റിജിലൈനി, അതുപോലെ 2 കാലുമല മുറിവുണ്ടെങ്കിലും ഒരു തേമമാണ് നിർബന്ധം. എങ്കിലും 2 തേമമാക്കൽ സുന്നത്താണ്. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയുന്നു. വലാ തയമ്മുമ, തയമ്മം ചെയ്യാൻ പാടില്ല ഇല്ലാ വഖ്ത ഗസ്ലി അലീലിഹി, മുറിവുള്ള അവയവം കഴുകുന്ന സമയത്തല്ലാതെ തയമ്മം ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖത്ത് മുറിവുണ്ടെങ്കിൽ മുഖം കഴുകുമ്പോഴാണ് തേമം. കാലുമലാണ് മുറിവെങ്കിൽ കാല് കഴുകിയതിന് ശേഷമാണ് തേമം ചെയ്യുക. കാല് കഴുകുന്ന സമയത്ത് മുഖം കഴുകി കൈ കഴുകി കാല് കഴുകാൻ നേരത്തെ, അല്ലെങ്കിൽ കാല് കഴുകിയതിനു ശേഷം. അതുപോലെ കൈമലാണ് മുറിവെങ്കിൽ മുഖം കഴുകിയതിനു ശേഷം കൈ കഴുകൂലേ, ആ സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ മുതുവിന്റെ മുന്നേ തയമ്മം ചെയ്യില്ല. അല്ലെങ്കിൽ കാലൊക്കെ കഴുകിയ ശേഷം അല്ലാത്ത കൈമൻ മുറിവിന് കൈ കഴുകുന്ന സമയത്താണ് തയമ്മം ചെയ്യേണ്ടത്. വലാ തയമ്മം ഇല്ല വഖ്ത ഗസ്ലി അലീലിഹി, മുറിവുള്ള തയമ്മില്ല ഇല്ല വഖ്ത ഗസ്ലി അലീലിഹി, മുറിവുള്ള അവയവം കഴുകുന്ന സമയത്തല്ലാതെ. വലാ യന്തഖിലു, നീങ്ങരുത്, മിന്നതുവിന് ഒരു അവയവത്തിൽ നിന്ന് ഇല്ലാ ബാദു തത്മീമിഹി, ആ അവയവം പൂർണ്ണമാക്കി കഴിഞ്ഞതിന് ശേഷമല്ലാതെ. വസ്ലൻ കഴുകലും തയമ്മുമൻ, തയമ്മുമും പൂർണ്ണമാക്കിയതിനു ശേഷമല്ലാതെ അടുത്ത അവയവത്തേക്ക് നീങ്ങരുത്. കൈമല് മുറിവുണ്ടെങ്കിൽ കൈ കഴുകുകയും കൈയിന്റെ തയമ്മും ചെയ്യണം. എന്നിട്ട് പിന്നെ കാല് കഴുകാൻ പാടുള്ളൂ എന്നർത്ഥം. വലാ തർത്തീബ ബൈനഹുമ, കാലുമൽ മുറിയുണ്ടെങ്കിൽ കാല് കഴുകുകയാണോ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാല് കഴുകുന്ന സമയത്ത് കാല് കഴുകണ മുമ്പായിട്ട് കൈ കഴുകിയതിനു ശേഷം തലയിൽ തടവി കാല് കഴുകും. അപ്പൊ കാല് കഴുകിയതിന് ശേഷമാണോ തേമം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തേമം ചെയ്തതിനു ശേഷം കാല് കഴുകുകയാണോ ചെയ്യേണ്ടത്? അതിന് ക്രമം പാലിക്കേണ്ടതില്ല. എങ്ങനെയും ചെയ്യാം. വലാ തർത്തീബ് ബൈനഹുമ, തേമത്തിന്റെയും ആ മുറിവുള്ള അവയവം കഴുകുന്നതിന്റെയും ഇടയില് തർത്തീബില്ല, ക്രമം പാലിക്കേണ്ടതില്ല. ലാക്കിൻ അൽ അഫ്ളൽ, എങ്കിലും അഫ്ളലായത് തഖ്ദീമു തയമ്മം, തയമ്മം ആദ്യം ചെയ്യലാണ്. ലീസീലൽ മാവു, വെള്ളം നീക്കാൻ വേണ്ടി അസറ തുറാബി, മണ്ണിന്റെ അടയാളങ്ങൾ. തയമ്മം ആദ്യം ചെയ്താല് പിന്നെ നമ്മള് കഴുകുമ്പോ, മുഖത്ത് കഴുകുമ്പോ, അപ്പൊ മുഖത്ത് മുറിവുണ്ടെങ്കിൽ ആദ്യം തയമ്മം ചെയ്തിട്ട് പിന്നെ മുഖം കഴുകാം. ലിസീലൽ തുറാ തയമ്മുമോ ലിസീലൽ മാവു, വെള്ളം നീക്കാൻ വേണ്ടി അസറ തുറാബി, മണ്ണിന്റെ അടയാളം. കൊല്ലുഹാദ, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഫിൽ മുത്തവല്ലി, ഒന്നെടുക്കുന്നവനെ പറ്റിയാണ്. അമ്മൽ മുഖത്തസിൽ, അപ്പൊ കുളിക്കുന്നവനാണെങ്കിൽ അപ്പൊ കുളിക്കാൻ വേണ്ടി വലിയ അശുദ്ധിയുടെ കുളിക്കുമ്പോ കാൽമല എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അവിടെ കഴുകൂലല്ല, അപ്പൊ അവിടെ ഒരു തേമം കൂടി ചെയ്യണം. ആ കുളിക്കുന്നവൻ അവൻക്ക് മതി തേമമോ വാഹിദ്, ഒറ്റ തേമം മതി. കുറെ വലോ തഅദ്ദദത് അഅ്ളാഉലില്ലത്തി, രോഗത്തിന്റെ അവയവങ്ങൾ എണ്ണമാണെങ്കിലും ശരി, രോഗം ഉള്ള അവയവങ്ങൾ കുറെ സ്ഥലങ്ങളിലുണ്ട്, കാലുമലുണ്ട്, മുഖത്തുണ്ട്, എന്നാലും ശരി ഒറ്റ തേമം മതി. ഒരു കുളി ഒരു തേമം എന്ന് പറഞ്ഞാൽ അവയവം മാറുന്നതനുസരിച്ച് തേമം കൂടണ്ട. അതാണ് അമ്മൽ മുഖത്തസ്ലം, കുളിക്കുന്നവൻ പയറ്റി തേമമായ ഒരു തേമം മതി. വലോ തഅദ്ദദത് അഅ്ളാഉലില്ലത്തി, രോഗത്തിന്റെ അവയവങ്ങൾ എണ്ണമായ രോഗത്തിന്റെ അവയവങ്ങൾ ഉണ്ടെങ്കിലും ശരി. വലാ തർത്തീബ, ഈ കുളിക്കുമ്പോഴും ക്രമം പാലിക്കാൻ നിർബന്ധമില്ല. ബൈന തയമ്മുമി, തയമ്മത്തിന്റെ ഇടയിലും വഗസ്ലി സഹീഹി മിൻ ബദനിഹി, ശരീരത്തിൽ നിന്നുള്ള സഹീഹായ ആരോഗ്യമുള്ള ഭാഗം, മുറിവില്ലാത്ത ഭാഗം കഴുകുന്നതിന്റെ ഇടയിൽ ക്രമം പാലിക്കണ്ട. കുളിക്കണം മുമ്പ് തേമം ചെയ്താൽ കുളിക്കില്ല ശേഷം തേമം ചെയ്യാം. എപ്പോഴെങ്കിലും ഒരിക്കലും തേമം ചെയ്താൽ മതി. ക്രമം പാലിക്കണം. ആദ്യം തേമമാണ് അല്ലെങ്കിൽ ആദ്യം കുളിക്കണം, അങ്ങനെ ക്രമമൊന്നുമില്ല. അല്ല, തർത്തീബ, ക്രമം പാലിക്കണ്ട. ബൈന തയമ്മുമി, തേമത്തിന്റെ ഇടയിലും വസ്ലി സഹീഹി, ആരോഗ്യമുള്ള ഭാഗം കഴുകുന്നതിന്റെ ഇടയിലും ബദനി, ശരീരത്തിൽ. എങ്കിലും എല്ലാവരും ഏറ്റവും നല്ല ലോകത്ത് തഖ്ദീമു തയമ്മുമി, തേമം ആദ്യം ചെയ്ത് തീർക്കലാണ്. ലിമാദിക്ര, നേരത്തെ പറഞ്ഞതിന് വേണ്ടി. എന്നാ പിന്നെ മണ്ണ് ആണ്ട് കുളിക്കുമ്പോൾ നീങ്ങിപ്പോയിക്കോളല്ലോ എന്നതിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് തേമം എണ്ണമാകുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും പറയുന്നുണ്ട് തേമവും മടക്കി നിസ്കരിക്കലും. തേമം ചെയ്താലും ചിലപ്പോൾ മടക്കി നിസ്കരിക്കേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയാം.